കുറേ നാളുകളായി ഇങ്ങനെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രഖ്യാപനത്തിലേക്ക് തന്നെയാണ് ആദ്യം പോകേണ്ടത്. ഈ ഹോർമുസിലെ വലിയ പ്രതിസന്ധി ആരംഭിച്ച ശേഷം, ഹോർമുസ് വഴിയുള്ള ഇന്ധന നീക്കത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ സംഭവിച്ച ശേഷം ഇന്ധനവില വർധനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു നമ്മൾ കുറേ നാളുകളായി. ഇന്നലെ റിസർവ് ബാങ്ക് ഗവർണർ അടക്കം ഇത്തരമൊരു വർധനവ് അനിവാര്യമാണ് എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, ഇന്ധനവില വർദ്ധിച്ചിരിക്കുന്നു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ വീതമാണ് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത്. 3 രൂപയാണ്, കൃത്യമായി പറഞ്ഞാൽ 3.04 രൂപ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതോടെ തിരുവനന്തപുരത്ത് പെട്രോൾ വില 110 കടന്നു. ഡീസൽ വിലയാകട്ടെ 99.63 രൂപയായി വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് വരികയാണ്. ഈ ജില്ലകളനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. നമുക്കറിയാം, കൊച്ചി മുതൽ ഇങ്ങോട്ടെടുത്താൽ ഇന്ധന വിലയുമായി ബന്ധപ്പെട്ട് നേരിയ വ്യത്യാസമുണ്ടാകും. കാരണം ഈ ട്രാൻസ്പോർട്ടേഷൻ ചെലവ് കൂടി ചേർത്താണ് മിക്ക ജില്ലകളിലും ഇത്തരം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ഡൽഹിയിലൊക്കെ ഇപ്പോഴും ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് 90 രൂപയ്ക്ക് ഡീസൽ കിട്ടുമെന്നാണ്. അത്തരം വ്യത്യാസങ്ങൾ സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും ജില്ലകളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉണ്ട്. പക്ഷേ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പക്ഷേ പെട്രോളിന് നമ്മുടെ സംസ്ഥാനത്ത് വില ഉണ്ടായിരിക്കുക. 110 രൂപ കടന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. എന്തായാലും വില വർധനം അനിവാര്യമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ആജ്ഞയുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് സാരംഗുണ്ട്, ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് TJ സജിത്ത് കൂടിച്ചേരും. സജിത്ത്, ഇതൊരു അനിവാര്യമായ വർധനവെന്നാണ് കേന്ദ്രം പറയുന്നത്. നമ്മളിത് കുറേ ദിവസങ്ങളായി പ്രതീക്ഷിച്ചിരുന്നു ഇത്തരമൊരു വർധനവിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളത്. ഏറ്റവും ഒടുവിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു വർധനവ് പ്രതീക്ഷിച്ചതാണ് രാജ്യം. ഒരുപക്ഷെ 3 രൂപയിലധികമുള്ള ഒരു വർധനവാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ 3 രൂപയുടെ വർധനവാണ് എണ്ണ കമ്പനികൾ വരുത്തിയിരിക്കുന്നത്. പെട്രോളിനും ഡീസലിനും ഒരുപോലെ 3 രൂപയുടെ വർധനവാണ്. അതിൽ ജില്ലാടിസ്ഥാനത്തിൽ വേരിയേഷൻ ഉണ്ട്. അതിൽ ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്ന തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിലാണ് ഏറ്റവും ഉയർന്ന പ്രൈസ് ഇപ്പോൾ നിലവിൽ രേഖപ്പെടുന്നത്. അതായത് പെട്രോളിന് 110 മുകളിലേക്ക് വില കയറുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഇന്ധന വില വർധനവ് നമ്മുടെ പൊതുവിപണിയിൽ വലിയ തരത്തിലുള്ള ചലനമുണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോഴത്തെ ഈ വിലവർദ്ധനവ് വരുന്ന പല സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാം, അന്താരാഷ്ട്ര സാഹചര്യമാണ് അതിൽ ഏറ്റവും പ്രധാനം. അന്താരാഷ്ട്ര സാഹചര്യം ഒന്ന്, പശ്ചിമേഷ്യൻ സംഘർഷം, അവിടെ ഹോർമുസ് ഉണ്ടായ പ്രതിസന്ധികൾ, ഒപ്പം തന്നെ ഈ പശ്ചിമേഷ്യൻ സംഘർഷമോ മറ്റു കാരണങ്ങൾ കൊണ്ടോ രൂപയുടെ വിനിമയത്തിലുണ്ടായ വലിയ തരത്തിലുള്ള ഇടിവ് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ പൊതുവിൽ ഈ സാഹചര്യത്തെ ബാധിച്ചിട്ടുണ്ട്. 85% നമ്മുടെ ഉപഭോഗത്തിലുള്ള ഇന്ധനം നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അതുണ്ടാക്കുന്ന പ്രതിസന്ധികൾ. എന്തായാലും രാജ്യത്തൊരു ഇന്ധന വില വർധനവിൻ്റെ സൂചന ഉണ്ടാകുന്നു എന്ന വാക്കുകൾ ആദ്യം പുറത്തുവിടുന്ന പ്രധാനമന്ത്രി തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരു 10 ആഴ്ചയോളമായി 1 ലക്ഷം കോടിയിൽ പരം വരുന്ന നഷ്ടമാണ് രാജ്യത്തെ എണ്ണ കമ്പനികൾ നേരിട്ടുകൊണ്ടിരുന്നത്. ഇതുകൊണ്ട് തന്നെ അവർക്ക് എണ്ണ വില വർദ്ധിപ്പിക്കണമെന്ന സമ്മർദ്ദം പല രീതിയിൽ പല കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് തൽക്കാലം കേന്ദ്രം ചെവിക്കൊണ്ടില്ല. കാരണം അത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് എന്ന ഒരു പൊളിറ്റിക്കൽ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ആ തെരഞ്ഞെടുപ്പൊക്കെ മാറിയ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ നമ്മൾ ഊർജ്ജം ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത അത് എത്ര കണ്ട് ചുരുക്കി ഉപയോഗിക്കണമെന്ന സൂചന പങ്കുവെച്ചതോടുകൂടി ഇന്ധന വില വർധനം ഇനി ഉടനെ ഉണ്ടാകുമെന്ന സൂചനയുണ്ടായിരുന്നു. അതുതന്നെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഇന്ധന വില വർധനിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം ഇന്ന് രാവിലെ മുതൽ നടപ്പിലാവുന്നു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ബാധകമാവുന്നു എന്നതാണ് സാഹചര്യം. കേരളത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടിയാണ് ഇനി പുറത്തു വരുന്നത്. നമുക്കറിയാം, ഇന്ധന വില വർധനവ് ഒരേ സമയം അതിൽ രാഷ്ട്രീയ പ്രതികരണങ്ങളും ഒപ്പം പൊതുജനങ്ങളുടെ മറ്റു പ്രതികരണങ്ങളും ഉണ്ടാവും. എന്തായാലും പൊതുവിൽ സംസ്ഥാനത്തെ സംബന്ധിച്ച് വിലക്കയറ്റവും മറ്റു പ്രതിസന്ധികളും ഒക്കെ നിലനിൽക്കുന്നതിനിടയിൽ 3 രൂപയുടെ ഇന്ധന വില വർധനവുണ്ടാവുന്നത് ആ വിലക്കയറ്റം ഒന്നുകൂടി രൂക്ഷമാക്കിയേക്കാം. പൊതുവിൽ ആളുകളുടെ പ്രതികരണങ്ങൾ, ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ പ്രതികരണങ്ങളൊക്കെ ഈ മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ധന വില വർധനവ് വരുത്തിക്കൊണ്ടുള്ള കേന്ദ്ര എണ്ണ കമ്പനികളുടെ തീരുമാനം ഇന്ന് രാവിലെ മുതലാണ് നടപ്പിലാകുന്നത്. അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ തന്നെയാണ് അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. അതാണ്. എന്തായാലും നമുക്ക് ഇന്നു മുതൽ പെട്രോളിനും ഡീസലിനും വില വർധനവാണ്. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ അത് എഫക്റ്റ് ചെയ്ത് കാണും പമ്പുകളിലും മറ്റും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.